നോക്കൂ, നിങ്ങൾ അടുത്ത ഒരു വിഷയം, രക്തബന്ധം ഒരടിമയിൽ തെളിഞ്ഞാൽ പിന്നെ ആ അടിമ ഒരിക്കലും ഉടമയുടെ അടിമയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, രക്തമുള്ളവരെ വല്ലവരും അടിമയായി ഉടമപ്പെടുത്തിയാൽ ആ അടിമ സ്വതന്ത്രനാണ്. അതാണ് മൻ മലക ദാ റഹിമിൻ മുഹറമിൻ ഫഹുവ ഹുർറുൻ. അതായത് ഒരു യജമാനന് അയാളുടെ കീഴിലേക്ക് ഒരു അടിമ വരികയാണ്, പിന്നെയാണ് തെളിയുന്നത് ഈ അടിമ ഇയാളുമായി രക്തബന്ധമുള്ള ഒരാളാണ്. ഒന്നുകിൽ മാതാപിതാ ആ മാർഗേണ, അല്ലെങ്കിൽ മക്കൾ ആ മാർഗേണ, അല്ലെങ്കിൽ സഹോദരങ്ങൾ സഹോദരികൾ ആ മാർഗേണ, പിതൃ സഹോദരങ്ങൾ മാതൃ സഹോദരികൾ പിതൃ സഹോദരികൾ, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു നിലക്ക് ഒരു രക്തബന്ധമുള്ളവനാണ് ഒരാളുടെ അടിമയെങ്കിൽ ആ നിമിഷം, അത് തെളിയുന്ന നിമിഷം ആ അടിമാരായിരിക്കും, സ്വതന്ത്രനായിരിക്കും. അതാണ് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്ന ഒരു വിഷയം. അതും അടിമകൾ സ്വതന്ത്രരാകാനുള്ള ഒരു കാരണമായിട്ടാണ് നമ്മളുടെ ദീന് പഠിപ്പിക്കുന്നത്. ഇതേപോലെ മറ്റൊരു വിഷയമാണ് എന്താ എഴുതിയത്, ഒരാൾ ഒരടിമയിൽ തൻ്റെ വിഹിതം വിറ്റാൽ അല്ലെങ്കിൽ തൻ്റെ ഓഹരി വിറ്റാൽ അവൻ മുഴുവനും സ്വതന്ത്രമായി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരടിമയിൽ പല പങ്കാളികളുണ്ടെന്ന് നോക്കുക, കുറേ ആളുകൾ കൂടിയിട്ടാണ് ഒരടിമയെ വാങ്ങിയതെന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരടിമയെ ഉടമപ്പെടുത്തിയതെന്ന് നോക്കുക. എങ്കിൽ ഒരു ഉടമ തൻ്റെ വിഹിതം സ്വതന്ത്രമാക്കിയാൽ, ഒരാൾ പറയാണ് ഞാൻ എൻ്റെ വിഹിതം ഇയാൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അതോടുകൂടി അടിമ പൂർണ്ണമായും സ്വതന്ത്രനാണ്. ഒരാൾ സ്വതന്ത്രമാക്കിയിട്ടുണ്ടെങ്കിൽ, തൻ്റെ വിഹിതം സ്വതന്ത്രമാക്കിയാൽ ബാക്കിയുള്ളതെല്ലാം സ്വതന്ത്രമായി എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതാണ് ഇതിവിടെ അത്തബഈദ്, ഭാഗികമായ മോചനത്താൽ സ്വാതന്ത്ര്യം നേടുക എന്നുള്ളത്. അത് വിശുദ്ധ മദീനയിൽ ഒരു സംഭവം തന്നെ നടന്ന്. അതെന്താ, ഒരു വ്യക്തി അടിമയിൽ തൻ്റെ വിഹിതം, കാരണം ഈ അടിമകൾ ഇവിടെ ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വരുന്ന നാളിലെ അടിമകൾ, നമ്മൾ പറഞ്ഞില്ലേ അടിമകളുടെ സമുദ്രമാണ്, അപ്പോൾ ആ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു അടിമയിൽ കുറേ ഉടമകളുണ്ട്. ഒരു ഉടമ തൻ്റെ വിഹിതം ഞാൻ മോചിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഹുവ ഹുർറുൻ കുല്ലുഹു, എങ്കിൽ ആ അടിമ പൂർണ്ണമായും മോചിതനായി. ലൈസ ലില്ലാഹി തആല തബാറക വ തആല ശരീകുൻ, അള്ളാഹുവിന് യാതൊരു പങ്കാളികളുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞു. വജഅല ഖലാസഹു അലൈഹി ഫീ മാലിഹി എന്നാണ്, തൻ്റെ വിഹിതം മോചിപ്പിച്ചവരുടെ സ്വത്തിൽ ഈ അടിമക്കുള്ള മോചനദ്രവ്യത്തെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞെങ്കിൽ മറ്റു ആളുകളുണ്ടല്ലോ അവർക്ക് ഈ മോചിപ്പിച്ച ആൾ മോചനദ്രവ്യം നൽകിയിട്ട് ഇയാളെന്ത് ചെയ്യുക, ബാധ്യതാമുക്തനാക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഈ തബഈദിൻ്റെ മസല. അതിൽ കുറേ സംഭവങ്ങളുണ്ട്. ഞാനത് ചിലതൊക്കെ ഇവിടെ ഹദീസുകൾ എഴുതിയിട്ട് നമ്മളുടെ സമയം അതിക്രമിക്കണോണ്ട് ഞാനത് മുഴുവൻ വായിക്കണില്ല. ഇത് ആ വിഷയത്തിൽ ഒരു ഹദീസാണ്. മൻ ആതക ശിർകൻ ലഹു ഫി അബ്ദിൻ എന്ന് പറഞ്ഞിട്ട് മോചിതനാകുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇത് അതിൽ മറ്റൊരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരടിമയുടെ വിഷയത്തിൽ കുറേ പങ്കാളികളുണ്ട് എങ്കിൽ ഒരു പങ്കാളി തൻ്റെ വിഹിതം മോചിപ്പിച്ചാൽ ആ അടിമ പൂർണ്ണമായി സ്വതന്ത്രനാണ്. ആ സ്വാതന്ത്ര്യം എങ്ങനെ നേടും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച ഹദീസാണ് ഈ വിഷയത്തിൽ നമ്മളിവിടെ വായിക്കുന്നത്.